മൂവാറ്റുപുഴ പുതിയ ജില്ലയാക്കാൻ പോകുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരു ഞെട്ടലോടെയാണ് ഞാൻ ശ്രമിച്ചത്. കാരണം ഒരു ജില്ല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെൻസിലും സ്കെയിലും എടുത്ത് അതിർത്തികൾ മാറ്റി വരയ്ക്കലല്ല. എത്ര ലക്ഷം കോടി ചെലവഴിക്കപ്പെടേണ്ടി വരും. വലിയ സാമ്പത്തിക ബാധ്യത സങ്കല്പിക്കാൻ കഴിയുന്നതിലേറെയാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, IPS തലത്തിലുള്ള എത്ര ഉദ്യോഗസ്ഥര് വേണ്ടി വരും? കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, RDO, അങ്ങനെ 10-12 പേരെങ്കിലും വേണ്ടി വരും. പിന്നെ ജീവനക്കാര്, നമുക്കറിയാം, ഒരു ക്ലാസ് 3 ജീവനക്കാരന് പോലും 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം. ക്ലാസ് 2 ക്ലാസ് 1 എന്ന് പറയാനുമില്ല. അങ്ങനെ 100-ലേറെ ജീവനക്കാർ വേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്, മെമ്പേഴ്സ്, അവർക്കുള്ള സൗകര്യങ്ങള്, കാറ്, എന്തെല്ലാം വേണ്ടി വരും. പിന്നെ ബിൽഡിങ്, കാറ്, മറ്റ് സൗകര്യങ്ങള്, എത്ര ലക്ഷം കോടി ഓരോ വർഷവും ചെലവഴിക്കേണ്ടി വരും. അതിന്റെ പേരിൽ മൂവാറ്റുപുഴക്കാർക്ക് എന്തെങ്കിലും വികസനം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? എവിടുന്ന്? ഒരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല. സ്ഥാപിക്കപ്പെടുന്ന ആ സ്ഥലം ചുറ്റുപാടുമുള്ള കുറെ കടകളും ഹോട്ടലും ചായക്കടയൊക്കെ വരും, അത്രേ ഉള്ളൂ. പിന്നെ അവിടുത്തെ സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ക്രമാതീതമായി ഉയരാൻ പോകുന്നു. 5000 രൂപ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു മനുഷ്യൻ പിന്നെ 10000 കൊടുക്കേണ്ടി വരും വാടകയായിട്ട്. അങ്ങനെ ചില മാറ്റങ്ങളല്ലാതെ മൂവാറ്റുപുഴ എന്ന് പറയുന്ന പ്രദേശത്തിന് കണ്ട് സാരമായ നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ നടപ്പാക്കപ്പെടുകയാണെങ്കിൽ ശ്രീ സതീശൻ ഗവൺമെന്റ് നടപ്പാക്കുന്ന 2ാം തുഗ്ലക് പരിഷ്കാരമാകും ഇത് എന്ന് ഞാൻ പറയും. ഒന്നാമത് തീർച്ചയായിട്ടും സൗജന്യ ബസ് യാത്ര. എത്ര കോടികളാ ഒഴുകി കളയുന്നത്? നമ്മുടെ പണമാണ്, എന്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ജില്ലാ ആസ്ഥാനം വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പൊ ഒട്ടുമുക്കാലും പ്രവർത്തനങ്ങൾ 95% പ്രവർത്തനം നടപ്പാക്കപ്പെടുന്നത് ഓൺലൈനായിട്ടാണ്. ജില്ലാ സ്ഥാനത്ത് പോകുന്ന എത്ര പേരുണ്ട്? വളരെ 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 വിരളമാണ്. ജില്ലാ സ്ഥാനം തൊട്ടടുത്തല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ജില്ലാ സ്ഥാനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. കാരണം അത് ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത വളരെ വളരെ വലുതാണ്. ഇനിയിപ്പോ ഒരു ജില്ല ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും മൂവാറ്റുപുഴ 1ാം സ്ഥാനത്ത് വരുന്നില്ല. അതിന് മുമ്പേ ഉള്ള ആവശ്യമാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായിട്ടും അല്ലാതെയും ഒക്കെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കാനുണ്ട് മലപ്പുറത്തിന്. അതുമല്ലെങ്കിൽ ഇടുക്കി ജില്ല, തൊടുപുഴയും കട്ടപ്പനയും തമ്മിൽ എത്രയോ ദൂരമുണ്ട്. എന്തുകൊണ്ട് തൊടുപുഴ കേന്ദ്രീകരിച്ചൊരു ജില്ല ഉണ്ടായിക്കൂടാ? അല്ലെങ്കിൽ തിരുവനന്തപുരം എത്ര വിശാലമായ ഏരിയയാണ്. നോക്കുമ്പം ഒരു 8-10 ജില്ലയെങ്കിലും വേണ്ടി വരും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ. ആരെ തൃപ്തിപ്പെടുത്താണ്? രാഷ്ട്രീയക്കാരെ, ഉദ്യോഗസ്ഥരെ. അവർക്കേ പ്രയോജനമുള്ളൂ. സാധാരണക്കാരന് അല്ലെങ്കിൽ പ്രദേശ നിവാസികൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനു പകരം അവർക്ക് ഗുണകരമാകുന്ന ഒരു ടൗൺഷിപ്പ് അല്ലെ ഒരു വ്യാവസായിക പദ്ധതി അത് കൊണ്ടുവന്ന് പ്രദേശം വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറെ അഭികാമ്യമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. പത്തനംതിട്ട ജില്ല പോലും നിലവിൽ വരുന്നത് പ്രാദേശികമായ ആവശ്യങ്ങളുടെ പേരിലല്ല. കരുണാകരൻ മന്ത്രിസഭ അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രീമാൻ KK നായർ കൊടുത്ത ഉറപ്പാണ്. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ ജില്ല അനുവദിക്കാമെന്ന്. അങ്ങനെയാണ് അനുവദിക്കപ്പെട്ടതും. അങ്ങനെ ഇതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണ്. അതല്ലാതെ ഒരു പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി അല്ല ഒരു പുതിയ ജില്ലയും അനുവദിക്കപ്പെടുന്നത്. വീണ്ടും ഇത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.